Hi everyone, welcome to UGC Net Academy. So നമ്മൾ ഇന്നലെ ഫിനിഷ് ചെയ്തത് സ്റ്റോപ്പ് ചെയ്തത് PYQ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. സോ നമ്മൾ ഫസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വിത്ത് ദ ഡിസ്കഷൻ വിത്ത് ദ യെസ്റ്റർഡേയ്സ് PYQ സെക്ഷൻസ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്താണ് അതിന് ശേഷം PYQ സെക്ഷൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് എന്താണ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് തരും. അതിന് ശേഷം ഐ തിങ്ക് നാളെ തൊട്ട് ഈച്ച് ഡേ ഒരു ദിവസം പ്ലാനിങ്, പിറ്റേ ദിവസം ഓർഗനൈസിങ്, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് വിച്ച് ഇസ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച്. ഓക്കെ നമുക്കപ്പോൾ ഇന്നലത്തെ PYQ സെക്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൂ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്, റൈറ്റ്? സോ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്, വിച്ച് ഇസ് ഹെൻറി ഫെയോൾ. Because he was the one who has introduced the 14 principles of management, so he's called the father of the modern management. Okay, നമുക്ക് അതിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ടൈലറിൻ്റെ എന്താണ്? W. Taylor, which is scientific management ആണ്. ഹെൻറി ഫെയോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. പിന്നെ ഇടയ്ക്ക് എന്താണ് 14 പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാന്ന് ചോദിക്കാം. സോ അപ്പോഴും എന്താണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് നമ്മൾ ഹെൻറി ഫെയോളിനെയാണ് പറയുന്നത്. പിന്നെ എൽട്ടൺ മായോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്? ഹ്യൂമൻ റിലേഷൻസ് തിയറിയാണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ഈസ് എ ഡാഷ് പ്രോസസ്, റൈറ്റ്? മാനേജ്മെൻറ്റ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്റ്റാറ്റിക് ഉണ്ട്, വൺ ടൈം ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് ഉണ്ട്. സോ നമുക്കറിയാം ഓൾറെഡി മാനേജ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ് അല്ലേ? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. എഗെയിൻ കൺട്രോളിങ് കഴിഞ്ഞിട്ട് ഇതേ സ്റ്റെപ്പ് പിന്നെയും എന്താണ് കണ്ടിന്യൂ ചെയ്യാണ്. സോ എഗെയിൻ ആഫ്റ്റർ കൺട്രോളിങ് എഗെയിൻ ദേ വിൽ സ്റ്റാർട്ട് വിത്ത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. സോ മാനേജ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, റൈറ്റ്? സോ നമ്മളെ ഓപ്ഷൻസ് എന്തായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് സെല്ലിങ് അല്ലേ? ഇതായിരുന്നു ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, മോട്ടിവേറ്റിംഗ്, ഇതെല്ലാം എന്താണ് ഈ പറയുന്ന മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഈവൻ ദോ മാനേജ്മെൻറ്റ് ഇതിൽ വരുന്നതാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, മോട്ടിവേറ്റിംഗ്, ഇതെല്ലാം വരുന്നതാണ്. ബട്ട് the option which is not in this is selling, right? Selling management varunilla, so that is the one. And the fourth question, what is management is a dash process of getting things done through people. നമുക്ക് ഉള്ള ഓപ്ഷൻസ് സയൻറ്റിഫിക് എന്ന് പറയുന്നുണ്ട്, സോഷ്യൽ എന്ന് പറയുന്നുണ്ട്, ടെക്നിക്കൽ പറയുന്നുണ്ട്, മെക്കാനിക്കൽ എന്ന് പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോഷ്യലാണ്. വൈ? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബിക്കോസ് വി നോ ദാറ്റ് മാനേജ്മെൻറ്റ് ഇസ് എ സോഷ്യൽ പ്രോസസ് ബിക്കോസ് it involves working with and through people to achieve what the organization goals. That is why it is called as social process. എന്തുകൊണ്ടാണ് പറയുന്നത് മാനേജ്മെൻറ്റ് ഇസ് എ സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്? കാരണം ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് it involves working with and through people. That is why it is called as a social process. Okay. Next, fifth question, the level of management which is at the top of the organizational hierarchy is called. നമുക്കറിയാം which is top നിൽക്കുന്നത് എന്താണ്? നമ്മുടെ ടോപ്പ് ലെവലാണ്, ടോപ്പ് ലെവൽ ഓഫ് മാനേജേഴ്സ് ആണ്. നമ്മുടെ ടോപ്പ് ലെവൽ ആരൊക്കെയാണ് വരുന്നത്? CEO വരുന്നുണ്ട്, MD, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇതെല്ലാം വിച്ച് ആണ് എന്തെന്ന് പറയുന്നത് ടോപ്പ് ലെവലിൽ വരുന്നത്. ദേ ആർ ദ വൺസ് ഹു ആർ മേക്കിംഗ് സ്ട്രാറ്റജിക് ഡിസിഷൻ. അതിന് നമ്മൾ വേറെ ലെവലിൽ പറയുന്ന പേരെന്താണ്? സ്ട്രാറ്റജിക്, റൈറ്റ്? സ്ട്രാറ്റജിക്ക് സെക്കൻഡ് ലെവൽ, മിഡിൽ ലെവലിന് നമ്മൾ ടാക്റ്റിക്കൽ എന്ന് പറയും, ലോവർ ലെവലിൽ നമ്മൾ ഓപ്പറേഷൻ ലെവൽ എന്ന് പറയും, റൈറ്റ്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടറിസ്റ്റിക് of management highlights its applicability in all types of organization. അതിൽ നമ്മൾ എന്താണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് ഉണ്ട്, യൂണിവേഴ്സൽ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്. നമുക്കറിയാം മാനേജ്മെൻറ്റ് വിച്ച് ഇസ് ആൻ യൂണിവേഴ്സൽ പ്രോസസ്സ് എന്ന് ഓൾറെഡി അതിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ഓക്കെ. ദ ഫങ്ഷൻ ഓഫ് കൺട്രോളിങ് ഇസ് റിലേറ്റഡ് ടു എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻസ് തന്നേക്കുന്നത് പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ, setting objectives,
കമ്പയറിങ് പെർഫോമൻസ്, റിക്രൂട്ടിംഗ് പീപ്പിൾ. സോ നമുക്കറിയാം കൺട്രോളിങ്ങിൻ്റെ എയിം എന്ന് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, വിച്ച് ഇസ് അബൌട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്ത്, സ്റ്റാഫ് ചെയ്തു, ഡയറക്റ്റ് ചെയ്ത്, പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഇത്രയും പ്രോസസ്സും കറക്റ്റായിട്ട് നടന്നോ ഇല്ലയോ എന്ന് നമ്മൾ റീചെക്ക് ചെയ്തിട്ട് എന്താണ് ഇനി എന്തെങ്കിലും വ്യത്യാസം വരുന്നോ എന്ന് നോക്കുന്ന ആ ഒരു പ്രോസസ്സ് എവിടെയാണ് നടക്കുന്നത്? കമ്പയർ ചെയ്ത് നമ്മളെല്ലാം നോക്കുന്നത് എവിടെയാണ്? കൺട്രോളിങ്ങിലാണ് അല്ലേ? സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കമ്പയറിംഗ് പെർഫോമൻസ്. Controlling involves measuring actual performance, comparing it with standards and taking corrective action. എന്ന് പറയുമ്പോൾ എന്താണ് കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ പെർഫോമൻസ്, നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു കിട്ടിയ റിസൾട്ട്, പെർഫോമൻസ് റിസൾട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട്, ആ ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഓൾറെഡി മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ആ സ്റ്റാൻഡേർഡ്സുമായിട്ട് ഈ പറയുന്ന ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്നിട്ട് എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഇസ് ക്ലോസസ്റ്റ് ടു ദ എംപ്ലോയീസ്? എംപ്ലോയീസുമായിട്ട് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ആണെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതേതാണ്? ഓപ്പറേഷൻ ലെവൽ, വിച്ച് ഇസ് ലോവർ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ആണ് അല്ലേ? നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, നൺ. എസ്, ലോവർ ലെവലാണ് വരുന്നത്. ബിക്കോസ് ലോവർ ലെവൽ മാനേജേഴ്സ് include supervisors, foremen, team leaders work directly with and supervise. They are the ones who are directly working with the employees everywhere. So that this is called that lower level is the one which is to the closest to the employees. Then next is Harold Kuhns emphasized dash in his definition. നമ്മൾ ഓൾറെഡി പറഞ്ഞു, in his definition he is only giving importance to the people. Harold Kuhns defined management as the art of getting things done through and with people in formally organized groups. Kuhns പറഞ്ഞത് is getting things done through and with people അല്ലേ? സോ ദാറ്റ് ഈസ് ദ വൺ. ബിക്കോസ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് എന്താണ്? ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ്, പ്രോഫിറ്റ്സ്, പീപ്പിൾ, ടെക്നോളജി. ഓഫ് കോഴ്സ് എന്താണ്? പീപ്പിളാണ് അല്ലേ? നെക്സ്റ്റ് പീറ്റർ ഡ്രഗർ വ്യൂഡ് മാനേജ്മെൻറ്റ് ആസ്, അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വിച്ച് ഇസ് പീറ്റർ ഡ്രഗർ വ്യൂഡ് മാനേജ്മെൻറ്റ് ആസ് എ മൾട്ടി പർപ്പസ് ഓർഗൻ. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. Peter Drucker viewed management as a multi-purpose organ that manages business, managers and workers in their work, right? So multi-purpose organ ആരാണത് പറഞ്ഞത്? പീറ്റർ ഡ്രക്കർ. ഓക്കെ, നെക്സ്റ്റ് ഒരു അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ, ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അസേർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീസൺ എന്ന് പറയുമ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് നിങ്ങൾ നോക്കണം. മേ ബി അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷന് വേണ്ടി ചോദിക്കാം. ബട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അസേർഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കണം റീസൺ എന്ന് പറയുന്നത്. ഓൺലി ദെൻ യു കുഡ് ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ റിഗാർഡിങ് ദിസ്. സോ നമുക്ക് അസേർഷൻ തന്നേക്കുന്ന ഏതാണ്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. റീസൺ ആയിട്ട് അവർ പറയുന്നത് ബിക്കോസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ഇൻ എ ഫിക്സഡ് സീക്വൻസ്, റൈറ്റ്? ഒരു ഫിക്സഡ് സീക്വൻസിലാണ് ഇത് പോകുന്നത്. അത് കറക്റ്റാണ്, റൈറ്റ്? അത് ശരിയാണ്. കാരണം കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത് അത് ഫിക്സഡ് സീക്വൻസിൽ പോകുന്നതുകൊണ്ടാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോൾ. എഗെയിൻ ഈ പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ റൗണ്ട് സർക്കിൾ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. So the correct option is S. Both A and R are true, and R is the correct explanation of A. Okay, because the explanation നമ്മൾ പറയുന്നുണ്ട് management is continuous. The functions are performed in a fixed sequence, which is planning, organizing, staffing, directing, controlling, and after controlling the process starts again. That is why it is said as it is performed as a fixed sequence and it's a continuous process. Okay, next question എന്ന് പറയുന്നത് which of the following makes management a universal process? അതിൻ്റെ ആൻസർ എന്താണ്?
നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഗോൾ ഓറിയൻറ്റേഷൻ, ഡൈനാമിക് നേച്ചർ ആൻഡ് ആപ്ലിക്കബിലിറ്റി ഇൻ ഓൾ ഓർഗനൈസേഷൻ. ദ ആൻസർ ഇസ് വിച്ച് ഇസ് യൂണിവേഴ്സൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഇറ്റ് ഇസ് ഗോൾ ഓറിയൻറ്റേഷൻ ആണ്. ആൻസർ എ ആണ് ഉത്തരം. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ. യെസ്, അത് നമുക്ക് അറിയാവുന്നതാണ്, വിച്ച് ഇസ് പ്ലാനിങ് ആണ്. നമ്മുടെ ഓപ്ഷൻസ് എന്താണ്, പ്ലാനിങ്, കൺട്രോളിങ്, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ, ഓർഗനൈസിങ്. ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് അത് നമ്മൾ മോസ്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്ത് പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മറ്റേ ഓൾ ദ പ്രോസസ്സ് എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു എസൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോസസ്സിലാണ്. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കൂൺസ്, മാനേജ്മെൻറ്റ് ഇസ് ദ ആർട്ട് ഓഫ്. അറിയാം, കൂൺസ് പറയുന്നത് മാനേജ്മെൻറ്റ് ഇസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ. റൈറ്റ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് മീൻസ് ഇറ്റ് കനോട്ട് ബി സീൻ ഓർ ടച്ച്. അത് നമുക്കറിയാം. നമുക്ക് എന്താ ഓപ്ഷൻസ് എന്തെങ്കിലും, മൾട്ടി ഡിസിപ്ലിനറി, ഡൈനാമിക്, ഇൻടാഞ്ചിബിൾ, കണ്ടിന്യൂസ്. ഇൻടാഞ്ചിബിൾ ആണ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച് അല്ലേ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ദാറ്റ് എൻഷുർസ് വർക്ക് ഇസ് ഡൺ അക്കോർഡിംഗ് ടു ആൻസേഴ്സ്. വിച്ച് മാനേജ്മെൻറ്റ് ഇസ് ഫങ്ഷൻ എൻഷുർസ് ദാറ്റ് വർക്ക് ഇസ് ഡൺ അക്കോർഡിംഗ് ടു ദ പ്ലാൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നമ്മുടെ വർക്ക് നടന്നു ഇല്ലയോ നമ്മൾ എങ്ങനെ ഉറപ്പാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഏതിലാണ് വരുന്നത്, കൺട്രോളിങ്ങിലാണ്. ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഈ പറയുന്ന MCQs നിങ്ങൾക്ക് എന്താണ്, PYQs നിങ്ങൾക്ക് എന്താണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ആദ്യം നിങ്ങൾ ഡേ 1 വീഡിയോ കാണുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്താണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ എല്ലാ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റും പറയുകയാണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് are the basic activities performed by managers to achieve organization goals effectively and efficiently. Right, നമ്മുടെ ഫങ്ഷൻസ് ആണ് വിച്ച് ഇസ് ബേസിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മാനേജേഴ്സ് ദേ വിൽ ബി പെർഫോമിങ് വാട്ട് ടു അച്ചീവ്. അത് ബേസിക് ആക്ടിവിറ്റീസ് എല്ലാ മാനേജേഴ്സും ഫോളോ ചെയ്യുന്നത് അവരുടെ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്ന ബേസിക് ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ദേ ആർ യൂണിവേഴ്സൽ ആണ്. എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിലും അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആണ്. ഈ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈ സൈക്കിൾ റിപ്പീറ്റ്സ് എഗെയിൻ ആൻഡ് എഗെയിൻ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്ന് പറയുന്ന ഈ സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻ്റർ റിലേറ്റഡ് ആണ്. വൺ ഫംഗ്ഷൻ ലീഡ്സ് ടു അനദർ ബിക്കോസ് പ്ലാനിങ് കഴിഞ്ഞിട്ട് ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, ദീസ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ദീസ് ഫങ്ഷൻസ് വൺ ഫംഗ്ഷൻ ആർ ലീഡിങ് ടു അനദർ. റൈറ്റ്, they are goal oriented എന്ന് പറയുന്നത് എവറി ഫംഗ്ഷൻ ഇസ് എയിം ടു അച്ചീവിങ് ഗോൾസ്. എല്ലാ ഫങ്ഷൻസും എല്ലാ ഇതിലും എന്താണ്, ദേ ഹാവ് എ ഗോൾ ടു കംപ്ലീറ്റ്. റൈറ്റ്, ഓക്കെ, ദ കംപ്ലീറ്റ് ഫ്ലോ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അച്ചീവ്മെൻറ്റ് ഗോൾ. ഓക്കെ, ഇതെന്തൊക്കെയാണ് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പം നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ് ആണ് അല്ലേ. ഓക്കെ, പ്ലാനിങ്. What is planning? Planning is the first and most important function of management. It involves setting objectives and determining the best course of action to achieve them. അല്ലേ, പ്ലാനിങ് പ്രോസസ്സിലാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും ഏത് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുകയും അതിൽ നിന്ന് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ഡീറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ. ഇന്നലത്തെ ഒരു ലെസൺ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് പ്ലാനിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് വരുന്നതെന്ന് അല്ലേ. ആദ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാണ് അല്ലേ. ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ നമുക്ക് എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മളിവിടെ സെറ്റ് ചെയ്യണം അല്ലേ. അതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് അനലൈസിങ് സിറ്റുവേഷൻ ആണ്. എന്ന് പറയുന്നത് സ്റ്റഡി ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്. അത് റിലേറ്റഡ് നമ്മൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ്സ് നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. മൂന്നെന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ്, ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ പല ഓൾട്ടർനേറ്റീവ്സ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പല നമ്മൾ ഒരു ഐഡിയയിൽ മാത്രം ഇരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൽ മാത്രം നിൽക്കാതെ നമ്മൾ പല ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈക്ക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഒരു ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ
തിരഞ്ഞെടുക്കണം. പല ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. അതാണ് ഇവിടെ പറയുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമൈനിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദം. ഓക്കെ, so planning answers what be done, why it is to be done, where it is to be done, when it is to be done, and how it is to be done. What, why, where, and how. So planning, we are getting these answers. Okay, features of planning: looking ahead, focus on future course of action. Planning the best features എന്ന് പറയുന്നത് പ്ലാനിങ് നമ്മൾ അത് ഫ്യൂച്ചറിനെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും. ഇറ്റ് ഈസ് ലോങ് ടേം. നമ്മളിപ്പോൾ ലോങ് ടേം ഒരു കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് ഫ്യൂച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇന്നത്തെ മാത്രം ചിന്തിച്ചിട്ടായിരിക്കില്ല നമ്മളൊരു കാര്യം ഫോളോ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? ഫ്യൂച്ചറിനെ മുൻകൂട്ടി കണ്ടായിരിക്കും നമ്മൾ എന്താണ് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് എയിംസ് അറ്റ് അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, പ്രൈമറി ഫംഗ്ഷൻ ആണ്. അറിയാം, പ്ലാനിംഗ് എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. പ്ലാനിങ് പെർവേസീവ് ആണെന്ന് പറയുന്നത് ബിക്കോസ് പെർവേസീവ് എന്ന് പറയുന്നത് ബിക്കോസ് എന്താണ്, ഇത് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് വേണം, അല്ലേ? എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ടോപ്പ് ലെവലാണെങ്കിലും മിഡിൽ ലെവലിലാണെങ്കിലും ലോവർ ലെവലിലാണെങ്കിലും എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് വേണം. സോ അതുകൊണ്ടാണ് ഇത് പെർവേസീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ്റലക്ച്വൽ പ്രോസസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ തിങ്കിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, it is based on thinking and judgment. That is why it is called as intellectual process. Then planning എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. ഇത് നമുക്ക് നമ്മുടെ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ എൻവയൺമെൻറ്റ് നമുക്ക് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? ഇറ്റ് ഈസ് ഒരു ഫിക്സഡ് അല്ല. നമുക്ക് നമ്മുടെ ചേഞ്ചസ് ഇൻ ദ എൻവയൺമെൻറ്റ് അതനുസരിച്ച് നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണത് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, നമുക്ക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ആൻഡ് റെഡ്യൂസസ് അൺസർട്ടനിറ്റി. കാരണം ഓൾറെഡി ഒരു പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല, അല്ലേ? ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് പ്രോപ്പർ ഡയറക്ഷൻസ് നമുക്കത് തരും. നമുക്കൊരു എവിടെയും നമ്മൾ എന്താണ് നിന്ന് പോകത്തില്ല, ഒരു അൺസർട്ടനിറ്റി നമുക്കുണ്ടാവില്ല. രണ്ടാമതെന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ മിനിമൈസിങ് റിസ്ക് ആൻഡ് അവോയ്ഡിങ് കൺഫ്യൂഷൻ, അല്ലേ? ഇത് റിസ്ക് ഓൾറെഡി നമ്മളിത് പ്ലാൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിസ്ക്കും കാര്യങ്ങളും അവിടെ റെഡ്യൂസ് ആവുകയാണ്. ആൻഡ് കൺഫ്യൂഷൻസും ഒന്നും ഉണ്ടാവില്ല. ആരും എന്തൊക്കെ ചെയ്യണം ഓൾറെഡി പ്ലാൻ ചെയ്ത് നമ്മൾ വെച്ച്, അല്ലേ? പ്ലാനിങ്ങിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ലൈക്ക് എല്ലാ കാര്യങ്ങളും ആരൊക്കെ ചെയ്യുന്നു, എന്ത് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മളവിടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് കാരണം നമുക്ക് റിസ്ക്കും കാര്യങ്ങളും അവിടെ മിനിമൈസ് ആവുകയാണ്, അല്ലേ? എൻഷുവേഴ്സ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അല്ലേ? വിത്ത് മിനിമം വേസ്റ്റ്. അതുമാത്രമല്ല നമ്മൾ അവൈലബിൾ ആയിട്ട് റിസോഴ്സസ് നമ്മൾ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുകയും നമുക്ക് വിച്ച് വുഡ് റെഡ്യൂസ് ദ വേസ്റ്റേജ്, അല്ലേ? അവിടെ ടൈമും വേസ്റ്റും എല്ലാം എന്താണ് റെഡ്യൂസ് ചെയ്ത് നമ്മളെല്ലാം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിങ്, റൈറ്റ്? ദെൻ ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഓക്കെ, ഇതെല്ലാം പ്ലാനിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ് ആണ്. അതിൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അനലൈസിങ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ആദ്യത്തെ പ്ലാനിങ് പ്രോസസ്സ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, നമ്മുടെ എന്താണ് അച്ചീവ് ചെയ്യുന്നത് അത് സെറ്റ് ചെയ്യുക. അനലൈസിങ് സിറ്റുവേഷൻസ്, ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റ് നമ്മൾ നോക്കിയിട്ട് എന്താണോ സിറ്റുവേഷൻ അത് മനസ്സിലാക്കുക, കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഡെവലപ്പിംഗ് ആൾട്ടർനേറ്റീവ്, ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ ആ സിറ്റുവേഷൻ റിലേറ്റഡ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ആൾട്ടർനേറ്റീവ്സ് എന്താണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതിൽ നിന്ന് ഒരു ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, എന്നിട്ട് ആ പല ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്ലാൻ എന്താണോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, റൈറ്റ്? പുട്ട് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ, ഇംപ്ലിമെൻറ്റിംഗ് പ്ലാൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ്, allocating resources, assigning duties and responsibilities, and establishing authority relationship to achieve organization goals. It turns plans into
action by creating a structured framework, right? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് അറേഞ്ചിങ് ആൻഡ് സ്ട്രക്ചറിങ് റിസോഴ്സസ് ടു അച്ചീവ് ദ പ്ലാൻ. നമ്മുടെ പ്ലാൻ എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക, സ്ട്രക്ചർ ചെയ്യുക, ഒരു സ്ട്രക്ചർ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈങ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ്, അലോക്കേറ്റിംഗ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ അസൈൻ ചെയ്യുക, അതോറിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്ത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, ആ ഓർഗനൈസ് ചെയ്യുക, അതിനെ ഒരു സ്ട്രക്ചർ. ഇപ്പം നമ്മളൊരു കമ്പനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു കമ്പനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്റ്റാഫ്സിനെ വേണം അല്ലേ. നമ്മളവിടെ സ്റ്റാഫ്സ് ഉണ്ട്. നമ്മൾ കുറേ സ്റ്റാഫ്സിനെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്ട്രെങ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ ഓരോരോ ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ്, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് മാറ്റുകയാണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് കാണും, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, ഇങ്ങനെ പല മാർക്കറ്റിംഗ് എല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സും കാണും അല്ലേ. ഇങ്ങനെ നമ്മൾ അവരെ ഗ്രൂപ്പ് ചെയ്ത് ഒരു സ്ട്രക്ചർ ആക്കുകയാണ്. അവരുടെ സ്ട്രെങ്ത്സ് ഒക്കെ മനസ്സിലാക്കി കറക്റ്റായിട്ട് നമ്മൾ ഹയർ ചെയ്ത് അവരെ ഒരു സ്ട്രക്ചർ ആക്കുകയാണ് അല്ലേ. ആ സ്ട്രക്ചറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എന്നിട്ട് അവർക്കൊരു അതോറിറ്റി നൽകുന്നു. ഈ പറയുന്ന ഓരോ പ്രോസസ്സിനെയാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസിംഗ്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ്ങിലോട്ട് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് ബ്രിങ്സ് ക്ലാരിറ്റി ഇൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സോ ഈ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് അതിലെന്താണ്, അപ്പം നമ്മൾ ഓരോരുത്തരെയും ഹയർ ചെയ്ത് അവർക്ക് ഓരോരോ പൊസിഷൻ കൊടുത്ത് അവർക്ക് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്, അവരുടെ വർക്ക് എന്താണ്, എന്താണ് അവർ ചെയ്യേണ്ടത്, അവരുടെ പൊസിഷൻ, റോൾസും റെസ്പോൺസിബിലിറ്റീസും എല്ലാത്തിലും അവർക്കൊരു ക്ലാരിറ്റി വരികയാണ്. അതാണ് ബ്രിങ്സ് ക്ലാരിറ്റി ഇൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. എൻഷ്യൂർസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് റെഡ്യൂസസ് കൺഫ്യൂഷൻ. അതുമാത്രമല്ല, സോ ഇതിലൂടെ നമ്മളൊരു പ്രോപ്പർ സ്ട്രക്ചർ കൊണ്ടുവരുമ്പോൾ തന്നെ അതെന്താണ്, അവർക്കൊരു കോർഡിനേഷൻ കൊണ്ടുവരികയും പിന്നെ കൺഫ്ലിക്ട്സും കാര്യങ്ങളും ഒരു കൺഫ്യൂഷൻസ് ഇല്ല. സോ ഒരു കൺഫ്ലിക്ട്സും കാര്യങ്ങളും അതോടെ അവിടെ കുറയുകയാണ് അല്ലേ. നാലെന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷസ് അതോറിറ്റി ആൻഡ് ഡിസിപ്ലിൻ അല്ലേ. അവിടെ നമ്മൾ അതോറിറ്റിയും കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, റൈറ്റ്. ഇൻക്രീസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഒരു പ്രോപ്പർ ഓർഗനൈസിങ്ങിലൂടെയാണ്, ഒരു പ്രോപ്പർ സ്ട്രക്ചർ, ഒരു പ്രോപ്പർ സിസ്റ്റമാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഫെസിലിറ്റീസ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കി വയ്ക്കുക. ഇനി ജസ്റ്റ് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ച് വെച്ചാൽ മതി. ഒരു കാര്യം ഇപ്പം പ്ലാനിങ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസിങ്ങിൽ വരുന്നതാണ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ്. പറഞ്ഞു, ഇതൊരു പ്രോപ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ പ്രോപ്പർ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സസ് അത് ഫീച്ചറായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓക്കെ, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് റിസോഴ്സ്. ഓക്കെ, ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഫോർ എഫിഷ്യൻസി അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക് വരുന്നുണ്ട് അല്ലേ. അത് ഒരു ഫീച്ചറാണ്. ഓർഗനൈസിങ്ങിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഓരോരുത്തരെ അവരുടെ സ്പെഷ്യലൈസേഷൻ, അവരുടെ സ്ട്രെങ്ത് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരെ ഹയർ ചെയ്തിട്ട് നമ്മൾ അവരെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഓർഗനൈസിങ്ങിൽ വരുന്ന ഇതാണ് അല്ലേ. അസൈൻമെൻറ്റ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു. പിന്നെ എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് മെയിൻ ഹൂ റിപ്പോർട്ട്സ് ടു ഹിം. അത് മാത്രമല്ല, ഇപ്പോൾ ഓക്കെ, നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് കാണും, ഹെഡ് കാണും അല്ലേ. ഇപ്പം ആ പറയുന്ന എംപ്ലോയീസ് ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്. യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്, ഓൾ എഫേർട്സ് അലൈൻ ടു ഗോൾസ്. അപ്പം യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഓരോരുത്തരുടെയും, ഇപ്പം വെദർ ഇറ്റ് ഈസ് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ സെയിം കമ്പനി, ഇവരുടെ എല്ലാവരുടെയും ഗോൾ എന്താണ്, ഇറ്റ് ഈസ് റിഗാർഡിങ് ഇവരുടെ എല്ലാവരുടെയും ഗോൾ എന്ന് പറയുന്നത്, ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംഗിളാണ് അല്ലേ. ഇവിടെ എല്ലാവരുടെയും ഗോൾ എന്ന് പറയുന്നത് ഒരു ഗോൾ തന്നെയാണ്. വെദർ അവർ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലാണെങ്കിലും ഇവിടെ ഗോൾ എന്ന് പറയുന്നത് അതാണ്, യൂണിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. ബിക്കോസ് ഇറ്റ് ഈസ് സെറ്റിംഗ് ആസ് ഓൾ എഫേർട്സ് അലൈൻ ടു ഗോൾസ്.
പിന്നെയെന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റ്സ് ടു ചേഞ്ചിങ് ഇൻ എൻവയൺമെൻറ്റ്. അത് മാത്രമല്ല നമുക്കിത് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആണ്.